നമസ്കാരം. ഓം സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഓം മഹാദേവ്യേ നമഃ. ശ്രീമദ്ദേവി ഭാഗവതം സ്കന്ധം 1 അധ്യായം 18. ഇതിലെ ശ്ലോകങ്ങളാണ് നാം പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ജനക മഹാരാജാവ് 4 ആശ്രമത്തിൽ കൂടെയും ജീവിച്ചു പോകുന്നതിൻ്റെ അനിവാര്യത ശുകനെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. നമുക്കൊരിക്കലും ആത്മാവിനെ മനസ്സിലാക്കാൻ കഴിയുകയില്ല. അത് പ്രത്യക്ഷമല്ലല്ലോ. ഇന്ദ്രിയങ്ങൾക്ക് വിഷയമാവുന്നുമില്ല. ആ ആത്മാവ് എങ്ങനെയാണ് ബദ്ധനാവുന്നത് എന്ന് ശുകനോട് ചോദിക്കുന്നു. മനസ്സാണ് എല്ലാത്തിനും കാരണം. മനസ്സ് നിർമ്മലമായാൽ എല്ലാം നിർമ്മലമായി തീരും. ഒരാൾ ലോകം മുഴുവൻ ചുറ്റിക്കറങ്ങി സകല തീർത്ഥങ്ങളിലും വീണ്ടും വീണ്ടും സ്നാനം ചെയ്തിട്ടും മനസ്സ് നിർമ്മലമാവുന്നില്ല. അങ്ങനെയുള്ള പ്രവൃത്തിയെല്ലാം അർത്ഥശൂന്യങ്ങളല്ലേ എന്ന് ചോദിക്കുന്നു. മനസ്സ് ഒന്നു മാത്രമാണ് മനുഷ്യരുടെ ബന്ധമോക്ഷങ്ങൾക്ക് കാരണമെന്ന് ജനകൻ സമർത്ഥിക്കുന്നു. ആത്മാവ് സദാ ശുദ്ധനും മുക്തനുമൊക്കെയാണ്. അതൊരിക്കലും മറ്റുള്ളതിനോട് കൂട്ടുചേരുന്നില്ല, ഒരിക്കലും ബദ്ധനായി തീരുകയില്ല. മനസ്സ് ശാന്തമായാൽ പിന്നെ ബന്ധങ്ങളൊന്നുമില്ല. ശത്രു മിത്രം ഈ 2 പക്ഷത്തും ഇല്ലാത്തവർ ഇവയെല്ലാം മനസ്സിനെ ആശ്രയിച്ചിരിക്കുന്നവയാണ്. ആത്മാവ് ഒന്നാണെന്ന് കണ്ടാൽ നമുക്ക് ഭേദബുദ്ധി ഉണ്ടാവുകയില്ല. ഞാൻ തന്നെയാണ് ബ്രഹ്മമെന്ന് നാം മനസ്സിലാക്കിയാൽ ഭേദബുദ്ധി ഒരിക്കലും ഉണ്ടാവുകയില്ല. ഈ ഭേദബുദ്ധി തന്നെയാണ് അവിദ്യ എന്ന് പറയുന്നത്. ഭേദബുദ്ധി ഇല്ലാതാവുന്നത് വിദ്യയാണ്. ഇതിനെപ്പറ്റിയൊക്കെ അറിവുള്ളവർ സദാ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞ് ശുകനെ ജനകൻ ആശ്രമങ്ങളുടെ മഹത്വത്തെപ്പറ്റി മനസ്സിലാക്കി കൊടുക്കുന്നു. ഇനി അടുത്ത ശ്ലോകങ്ങൾ പാരായണം ചെയ്യാം. ശ്ലോകം 44. വിനാതപം ഹിച്ഛായ ജ്ഞായതേ ച കഥം സുഖം അവിദ്യയാ വിനാതദ്വത് കഥം വിദ്യാം ച വേത്തി വൈ. വെയിലില്ലാതെ തണലിൻ്റെ സുഖാനുഭവം ഉണ്ടാകുമോ? അതുപോലെ അവിദ്യയില്ലാതെ വിദ്യയുടെ മഹത്വം എങ്ങനെ അറിയും? ശ്ലോകം 45. ഗുണാഗുണേഷു വർത്തന്തെ ഭൂതാനി ച തഥൈവ ച ഇന്ദ്രിയാർത്ഥേഷു കോ ദോഷസ്തത്ര ചാത്മനഃ. കണ്ണ്, ചെവി തുടങ്ങിയ ഇന്ദ്രിയങ്ങൾ രൂപം, ശബ്ദം തുടങ്ങിയ ഗുണങ്ങളിൽ വർത്തിക്കുന്നവയാണ്. പഞ്ചഭൂതങ്ങൾ അവയുടെ തന്മാത്രകളിലും വർത്തിക്കുന്നു. ഇന്ദ്രിയങ്ങളാകട്ടെ ഇന്ദ്രിയ വിഷയങ്ങളിലും വർത്തിക്കുന്നു. അതുകൊണ്ട് ആത്മാവിന് എന്താണ് ദോഷമുള്ളത്? ശ്ലോകം 46. മര്യാദാ സർവരക്ഷാർത്ഥം കൃതാ വേദേഷു സർവശഃ അന്യഥാ ധർമ്മനാശഃ സ്യാത്സാഗതാര ഇവാനഘ. എല്ലാവിധത്തിലും എല്ലാവരുടെയും രക്ഷയ്ക്ക് വേണ്ട പെരുമാറ്റച്ചട്ടങ്ങൾ വേദങ്ങളിൽ നിർദ്ദേശിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ബൗദ്ധന്മാർക്കെന്ന പോലെ ധർമ്മച്യുതി സംഭവിക്കും. ശ്ലോകം 47.
ധർമ്മനാശേ വിനഷ്ടസ്വാദ്വാർണചാരോ അതിവർത്തിതഃ അതോ വേദപ്രതിഷ്ഠേന മാർഗേണ ഗച്ഛതാം ശുഭം. ധർമ്മം നശിച്ചാൽ വർണ്ണാചാരങ്ങൾ ലംഘിക്കപ്പെട്ട് നശിക്കും. അതിനാൽ വേദനിർദ്ദിഷ്ടമായ മാർഗത്തിലൂടെ പോകുന്നവർക്കാണ് നന്മയുണ്ടാകുന്നത്. 47 ശ്ലോകങ്ങൾ 18-ാം അധ്യായത്തിലെ പാരായണം ചെയ്ത് കഴിഞ്ഞു. ലോകാ സമസ്ത സുഖി